ചുമ്മാ ബോറടിച്ചിരുന്നപ്പോൾ ചെയ്തൊരു ക്രാഫ്റ്റാണ് കേട്ടോ ഇത്. വേറൊന്നുമല്ല, ടെക്സ്റ്റൈൽഡ് ആർട്ട് തന്നെ. കുറച്ച് ടിഷ്യൂ പേപ്പർ എടുക്കാനുണ്ടോ? എങ്കിലിത് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ചെറുതായി കീറിയ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കണം കേട്ടോ. ഇതൊന്ന് അലിഞ്ഞ് കിട്ടാൻ 2 മിനിറ്റ് വെറുതെ വെള്ളത്തിലിട്ടാലും മതി. ചെറുതായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഈ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഈ പേപ്പർ മാത്രം നമുക്ക് മറ്റൊരു ബൗളിലേക്ക് പകർത്താം. ചെറിയൊരു ടെക്സ്റ്റൈൽഡ് ആർട്ടാണ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് വളരെ കുറച്ച് പേപ്പർ മാത്രം മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വൈറ്റ് ഗ്ലൂ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് കളർ ചെയ്യലാണ്. ഞാനതിനായിട്ട് അക്രിലിക് കളേഴ്സാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വരക്കാൻ ഉദ്ദേശിക്കുന്ന പടത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കളേഴ്സും നമുക്ക് വേണം. ഞാനിവിടെ ബ്ലാക്ക്, വൈറ്റ്, റെഡ്, ബ്ലൂ, ഗ്രീൻ കളേഴ്സ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ടെക്സ്റ്റൈലായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ക്യാൻവാസ് ബോർഡാണ്. ഞാൻ പക്ഷേ ക്യാൻവാസ് ബോർഡിന് പകരം ചെറിയൊരു കാർഡ്ബോർഡ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പടം ചെറുതായിട്ടൊന്ന് സ്കെച്ച് ചെയ്തെടുക്കുക. നമ്മുടെ മെയിൻ ടാസ്ക്കാണ് ഇനി വരുന്നത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടിഷ്യൂ പേപ്പർ നമ്മൾ ഓൾറെഡി വരച്ച് വെച്ചിരിക്കുന്ന പടത്തിന് മുകളിലായിട്ട് വെച്ചെടുക്കാം. സംഭവം പറയാൻ ഒത്തിരി എളുപ്പമാണെങ്കിലും ചെയ്തെടുക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. നല്ല ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണത്. ഇനി എനിക്ക് വലിയ മുൻപരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് തോന്നണാണോ എന്നും അറിയില്ല. കാർഡ്ബോർഡ് പീസിൽ ഞാൻ വിചാരിക്കണ പോലെ പേപ്പർ ഒട്ടിയിരിക്കാത്തതായിരുന്നു എനിക്ക് തോന്നിയ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതിന് കുറച്ച് ഫെവിക്കോൾ നമ്മുടെ കാർഡ്ബോർഡിൽ ആദ്യമേ തേച്ച് കൊടുത്താലും മതിയായിരുന്നു. പക്ഷേ കുരുത്തം കൊണ്ട് ഇത് ചെയ്തു തീരുന്നവരെ ആ ബുദ്ധി എനിക്ക് ഉദിച്ചില്ല. ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ ടിഷ്യൂ പേപ്പർ ആദ്യം ഞാൻ എൻ്റെ കൈ കൊണ്ട് എടുത്ത് വെച്ചത്. എൻ്റെ കൈയോടുള്ള അഗാധമായ സ്നേഹം കാരണം ഞാൻ കാർഡ്ബോർഡിൽ ടിഷ്യൂ പേപ്പർ എടുത്ത് വെക്കും, അതെൻ്റെ ഒപ്പം തിരിച്ചു പോരും. അങ്ങനെ ഗതികെട്ടിരിക്കുന്ന സമയത്താണ് പണ്ട് +2 പഠിക്കുന്ന സമയത്ത് ഡിസെക്ഷൻ ബോക്സ് വാങ്ങിയ കാര്യം ഓർമ്മയിൽ വന്നത്. അതെന്തിനാ ഇപ്പോൾ ഓർക്കണത് എന്നാണോ? കാര്യമുണ്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ഈ ഫോർസെപ്സ് ആ ബോക്സിലുണ്ടായിരുന്നതാണ്. ഫോർസെപ്സ് മാത്രമല്ല വേറെ എന്തൊക്കെയോ ഇൻസ്ട്രുമെന്റ്സും അതിനകത്തുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒന്നും പേരോ ഒറിജിനൽ യൂസോ അറിയാത്തത് കൊണ്ട് ഇങ്ങനെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാനാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇതെങ്കിലും കൃത്യസമയത്ത് ഓർത്തെടുത്തത് കൊണ്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കൽ ഇപ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാണ്ടാക്കുട്ടൻ ഓൾമോസ്റ്റ് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഫൈനൽ ഡീറ്റെയിലിങ്ങും കൂടി കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ടിഷ്യൂ പേപ്പർ കൊണ്ട് തന്നെ ഞാൻ കണ്ണ് വെച്ച് കൊടുത്തു. പക്ഷേ ചുണ്ട് ഞാനൊരു CD മാർക്കർ കൊണ്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. എനിക്കെന്തായാലും ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റിൽ പറയണേ.